the topic, that is line graph. Let's discuss about line graph, how to score good marks in task 1 writing academic. So myself Anisha, let's look into our slide. So is IELTS writing task 1 line graph. So let's take a topic and a question, and we'll be discussing that question, how to answer that. So this is a question, you can all see in the slide. The line graph below shows the household recycling rates in 3 different countries between 2005 and 2015. So it's a regional household recycling rates. It is given. So it's a line graph. You can see which all countries, the UK, France and Germany are given. So you can see. The line graph below shows the household recycling rates in 3 different countries. The countries are given in the picture, that is UK, France and Germany. So, നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഒരു ജനറലൈസ് ചെയ്തേ നമുക്ക് തരത്തുള്ളൂ, അതായത് 3 ഡിഫറെൻറ്റ് കൺട്രീസിൻ്റേത് ഏതൊക്കെ ഇയേഴ്സിൻ്റെ ബിറ്റ്വീനാണ് 2005 ആൻഡ് 2015 ഇടയ്ക്കുള്ള ചേഞ്ചസ് ആണ് റീസൈക്ലിംഗ് റേറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ പെർസെൻറ്റേജിലായിരിക്കും തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പിക്ചറിൽ നോക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് റീഫ്രൈസ് ചെയ്യുമ്പോൾ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ റീഫ്രൈസ് ചെയ്യുമ്പം UK, ഫ്രാൻസ് ആൻഡ് ജർമ്മനിന്ന് 3 ഡിഫറെൻറ്റ് കൺട്രീസിന് പകരം നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, എലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ആൻഡ് ഓൾസോ ബിറ്റ്വീൻ 2005 ആൻഡ് 2015 എന്നുള്ളത് ഫ്രം ദ ഇയർ 2005 to 2015 എന്ന് നമുക്ക് എന്ത് എഴുതാം, നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ നിങ്ങൾക്ക് റീഫ്രേസ് ചെയ്ത് എഴുതുമ്പം എഴുതാം. സോ വി ക്യാൻ ലുക്ക് ഇൻ ടു ഇറ്റ്. നമുക്കറിയാം സ്ട്രക്ചർ എന്താണ്, 4 different പാരഗ്രാഫ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ദ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്, ദെൻ ഓവർവ്യൂ. യു ക്യാൻ റൈറ്റ് ആഫ്റ്റർ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ഓർ ആഫ്റ്റർ ഫീച്ചർ 1 and 2 എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബോഡി പാരഗ്രാഫ് 1 and 2 എഴുതി കഴിഞ്ഞും ഓവർവ്യൂ നിങ്ങൾക്ക് എഴുതാം. സോ നമുക്ക് ആദ്യമേ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ഡിസ്കസ് ചെയ്യാം. യു ക്യാൻ സീ ഇൻ ദ ലൈൻ ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാം UK, ഫ്രാൻസ് ആൻഡ് ജർമ്മനി ആണ്. UK ഈസ് ഡിനോട്ടഡ് ബൈ ബ്ലൂ ലൈൻ, അതുപോലെ തന്നെ ഫ്രാൻസ് ഏതാണ്, റെഡ് ലൈനാണ്, ജർമ്മനി ഗ്രീൻ ലൈനാണ്. സോ 2 കൺട്രീസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ അറിയാം, ഒന്ന് ജസ്റ്റ് അറ്റ് ഗ്ലാൻസിൽ തന്നെ നമുക്ക് മനസ്സിലാകും. ജർമ്മനിയും അതുപോലെ തന്നെ ഏതാണ് ബ്ലൂ, അതായത് UKയുമാണ് ഇത് ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ആണ് UK ഫോളോ ചെയ്തത്, വൈൽ ജർമ്മനി എന്താണ് ഒരു ഇൻക്രീസിങ് ട്രെൻഡാണ്, വൈൽ ഇൻ ദ കേസ് ഓഫ് ഫ്രാൻസ് ഒരു ഡിക്രീസിങ് ട്രെൻഡാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് ഒരു ഇയേഴ്സ് ആയപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഇൻക്രീസായി. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ നമുക്ക് എങ്ങനെ പറയാം, ദ ലൈൻ ഗ്രാഫിന് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ലൈൻ ഗ്രാഫ് എന്ന് തന്നെ എഴുതാം. ബിലോ ഷോസിന് പകരം നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം, ഇല്ലുസ്ട്രേറ്റ്, ഡെപ്പിക്ട്സ്, ഡെമോൺസ്ട്രേറ്റ്, ഇങ്ങനെയുള്ള കുറേ വേർബ്സ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ദ റീജിയണൽ ഹൗസ് ഹോൾഡ് റീസൈക്ലിംഗ് റേറ്റ്സ്. അപ്പം നമ്മൾ ഹൗസ് ഹോൾഡ് റീസൈക്ലിംഗ് റേറ്റ്സ് എന്ന് നമുക്ക് എന്താണ് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളൂ. ബട്ട് in the picture you can see regional household recycling rates എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മെൻഷൻ ചെയ്യാം, റീജിയണൽ എന്ന് ഏതിൻ്റെ അകത്ത് ക്വസ്റ്റ്യനകത്ത് മെൻഷൻ ചെയ്യാം. സോ നിങ്ങൾക്ക് ഗ്രാഫ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് തരത്തില്ല, ബട്ട് നമുക്ക് പിക്ചറിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് ഏതൊക്കെ കൺട്രീസാണെന്നും എന്താണെന്നും റീജിയണൽ ആയിട്ടുള്ള ഹൗസ് ഹോൾഡ് റീസൈക്ലിംഗ് റേറ്റ്സ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് എടുക്കാൻ പറ്റും. അതിലെ കീ പോയിൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റും. സോ റീജിയണൽ എന്ന് നമുക്ക് വേണമെങ്കിൽ ഏതാണ് ക്വസ്റ്റ്യനകത്ത് എഴുതാൻ പറ്റും, റൈറ്റ് ഡൗൺ ചെയ്യാം. റീജിയണൽ ഹൗസ് ഹോൾഡ് റീസൈക്ലിംഗ് റേറ്റ്സ് ഇൻ ദ UK, ദ UK, ദ USA, അങ്ങനെ നമ്മൾ പറയും ഇതിൻ്റെ കൂടെ. ദ UK, ഫ്രാൻസ് ആൻഡ് ജർമ്മനി, ഫ്രം. കണ്ടോ, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ബിറ്റ്വീൻ ആണ് നമുക്ക് തന്നത്, അതിന് പകരം നമുക്ക് എന്ത് എഴുതാം, ഫ്രം ടു വെച്ചിട്ട് എഴുതാം. രണ്ടും എന്താണ്, സെയിം മീനിങ് ആണ്, ഫ്രം 2005 to 2015. ഓക്കെ, ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വെക്കുന്നു. യു ക്യാൻ ലുക്ക് ഇൻ ടു ഇറ്റ്. The line graph illustrates the regional household recycling rates in the UK, France and Germany from 2005 to 2015. Okay. So, next എന്ന് പറയുന്നത് എന്താണ്, ഓവർവ്യൂ ആണ്. You can write
ആഫ്റ്റർ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് അല്ലെങ്കിൽ എന്താണ് ബോഡി പാരഗ്രാഫ് രണ്ടും കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് റൈറ്റ് ഡൗൺ ചെയ്യാം. ഓവർവ്യൂവിനകത്ത് എന്തായിരിക്കും നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ നോക്കുമ്പം ഓവർലുക്ക് ചെയ്യുമ്പം എന്താണ് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആയിരിക്കണം എന്ത് ചെയ്യുന്നത് ഓവർവ്യൂവിനകത്ത് മെൻഷൻ ചെയ്യേണ്ടത്. സോ നമുക്ക് ഓവർവ്യൂവിൻ്റെ ലാസ്റ്റിൽ നമുക്ക് പറയാം. അതിന് മുമ്പേ നമുക്ക് ഏതാണ് പാരഗ്രാഫ് 1 ബോഡി പാരഗ്രാഫ് 1 and 2 എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ നമുക്കറിയാം എന്താണ് കൺട്രി വെച്ചിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഏതൊക്കെ കൺട്രിയാണ് 3 കൺട്രീസാണ് തന്നത്. ദി UK, ഫ്രാൻസ് ആൻഡ് ജർമ്മനിയാണ്. അപ്പോൾ കൺട്രി ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് സിമിലർ ട്രെൻഡ് നമ്മൾ പറഞ്ഞു ഏതാണ് ഇൻക്രീസിങ് ട്രെൻഡ് 2 ഫോളോ ചെയ്യുന്നുണ്ട്. ഏതാ ബ്ലൂ അതായത് UKയും അതുപോലെ തന്നെ ഏതാണ് ജർമ്മനിയുമാണ് ഫോളോ ചെയ്യുന്നത്. കണ്ടോ ഓക്കെ UKയും ജർമ്മനിയും കണ്ടോ ഇവർ രണ്ടുപേരുമാണ് ഏത് ട്രെൻഡ് ഫോളോ ചെയ്യുന്നത് ഇൻക്രീസിങ് ട്രെൻഡ് ഫോളോ ചെയ്യുന്നത്. വൈൽ ഫ്രാൻസ് എന്താണ് ഫോളോ ചെയ്യുന്നത് ഒരു ഡിക്രീസിങ് ആണ്. കണ്ടോ താഴോട്ട് പോവാണ് ഒരു ഡിക്രീസിങ് ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം ട്രെൻഡ് വെച്ചിട്ട് സിമിലർ ട്രെൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഗ്രൂപ്പ് ചെയ്യാം. മറ്റേതെന്ന് കൺട്രി ബേസിസ് ആകുമ്പോൾ നമുക്ക് അധികം എഴുതാൻ അങ്ങോട്ട് പറ്റില്ല. പക്ഷേ സിമിലർ ട്രെൻഡിൻ്റെ ഫോളോ ചെയ്തിട്ടാണെങ്കിൽ ഇച്ചിരി നമുക്ക് സ്പെസിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. സോ ഫീച്ചർ 1-നകത്ത് ഇൻക്രീസിങ് ട്രെൻഡും ഫീച്ചർ 2-നകത്ത് ഡിക്രീസിങ് ട്രെൻഡും എന്ത് ചെയ്യാം മെൻഷൻ ചെയ്യാം ബോഡി പാരഗ്രാഫിനകത്ത്. അപ്പോൾ 2 രീതി നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് നോക്കേണ്ടത് ഗ്രൂപ്പ് ചെയ്യുന്നത് ഏത് മെത്തേഡ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഏതിനെ ആയിരിക്കണം കീ പോയിൻ്റ് ആയിട്ട് വെക്കേണ്ടതെന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇതാണ് ബോഡി പാരഗ്രാഫ് 1 ആണ്. സോ ബോഡി പാരഗ്രാഫ് 1-നകത്ത് നമ്മൾ എന്താണ് പറഞ്ഞത് ഇൻക്രീസിങ് ട്രെൻഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബോഡി പാരഗ്രാഫ് 1-നകത്ത് മെൻഷൻ ചെയ്യുന്നത്. ഇൻക്രീസിങ് ട്രെൻഡ് ഏതൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് UK ആൻഡ് ജർമ്മനിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവർ ആ രണ്ട് കൺട്രീസിനെയാണ് ഇതിനകത്ത് ബോഡി പാരഗ്രാഫ് 1-നകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് മെൻഷൻ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഏതിനാണ് തുടങ്ങുന്നത് ഏത് ഇയറിൽ നിന്നാണ് 2005 നിന്നാണ് തുടങ്ങുന്നത്. അപ്പം നമുക്ക് പറയാം ഇൻ 2005 ദ റീസൈക്ലിംഗ് റേറ്റ്സ് ഓഫ് ദ UK ആൻഡ് ജർമ്മനി വെയർ നിയർലി 35% ആൻഡ് 20% റെസ്പെക്റ്റീവ്ലി. കണ്ടോ റീസൈക്ലിംഗ് റേറ്റ് എന്ന് പറയുന്നത് ഏതാണ് നമുക്കറിയാം എന്തിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് റീസൈക്ലിംഗ് റേറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. UK ആൻഡ് ജർമ്മനി എന്ന് പറയുമ്പം UKയുടെയാണ് 35% വൽ ജർമ്മനിയുടെയാണ് 20%. അപ്പം അതിനാണ് റെസ്പെക്റ്റീവ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എപ്പോഴും അങ്ങനെ നമ്മൾ 2 കാര്യങ്ങൾ 2 അതിൽ കൂടുതലോ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുവാണെങ്കിൽ യു ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് യു ഹാവ് ടു റൈറ്റ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ അതിന് ഓരോന്നിൻ്റെ ഓർഡർ അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ അതിൻ്റെ കൗണ്ട് അല്ലെ ക്വാണ്ടിറ്റി എഴുതുമ്പോഴും ആ ഒരു ഓർഡറിൽ തന്നെ. ഇപ്പോൾ UKയുടെ ആണെങ്കിൽ UKയുടെ ആണ് ആദ്യം നമ്മൾ ആ ഒരു ക്വാണ്ടിറ്റി എഴുതേണ്ടത്. ഓക്കെ ഇനി ജർമ്മനീസ് റേറ്റ് ഇൻക്രീസ് ഷാർപ്ലി ത്രൂ ഔട്ട് ദ പീരിയഡ്. കണ്ടോ ജർമ്മനിയുടെ എന്താണ് ഒറ്റ ഇതിൽ ഷാർപ്ലി എന്ത് ചെയ്യുമായിരുന്നു ഇൻക്രീസ് ചെയ്യുമായിരുന്നു. എന്നിട്ട് ത്രൂ ഔട്ട് ദ പീരിയഡ് എക്സീഡിങ് ഫ്രാൻസ് റേറ്റ് ഇൻ 2009. കണ്ടോ ഫ്രാൻസിൻ്റെ റേറ്റിനെക്കാട്ടിലും എന്തായി കൂടുതലായി ഫാൻസ് എന്താണ് ഡൗൺവേർഡായി അതിനെക്കാട്ടിൽ കൂടുതലായി ഏത് നമ്മുടെ ജർമ്മനി. ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം കമ്പയർ ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. അതായത് ഫ്രാൻസിന് 2 കൺട്രീസിനെ തമ്മിലാകുമ്പം കമ്പയർ ആണ്. ഒരു കൺട്രിയുടെ തന്നെ എന്താണ് പല വർഷങ്ങളായി എടുക്കുന്നതെങ്കിൽ അതെന്താണ് ചേഞ്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ 2 കൺട്രീനെ തമ്മിൽ പറയുമ്പം എന്താണ് ത്രൂ ഔട്ട് ദ പീരീഡ് എക്സീഡിങ് ഫ്രാൻസ് റേറ്റ് ഇൻ 2009 അവിടെ കമ്പയർ ചെയ്യണം ഫ്രാൻസിനെക്കാട്ടിലും കൂടി ജർമ്മനിയുടേത്. ആൻഡ് റീച്ചിങ് ഓൾമോസ്റ്റ് 60%. ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കറക്റ്റ് നമുക്കൊരു അറിയത്തില്ല അതിന് നമ്മളാണ് 60%-ഓട് അടുത്തു. കണ്ടോ 60% ആയില്ല ഓൾമോസ്റ്റ് 60% ആയി. അപ്പം വി വിൽ യൂസ് ഓൾമോസ്റ്റ് നിയർലി ഒക്കെ യൂസ് ചെയ്യാം. ഇത് നമ്മൾ വേർബ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. യു ക്യാൻ യൂസ് ദീസ് ഇൻ ദീസ് കോണ്ടെക്സ്റ്റ്. ഓക്കെ ഓൾമോസ്റ്റ് 60% ഇൻ ദ എൻഡ് ഓഫ് ദ പീരീഡ്. കണ്ടോ അവിടെ നമുക്ക് 2015 തന്നെ പറയണോ വേണ്ട. ഇപ്പം ഒരു പീരീഡാണ് നമുക്ക് തന്നിരിക്കുന്നത് 2005 to 2015 ആണ്. അപ്പം ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പീരീഡും ഇൻ ദ എൻഡ് ഓഫ് ദ പീരീഡും എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം എന്താണ് ഇൻ ദ എൻഡ് ഓഫ് ദ പീരീഡ് യു വിൽ ഹാവ് വേർഡ് കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂട്ടാൻ പറ്റും. ഇൻ ദ മീൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഡ്യൂറിങ് ദാറ്റ് ടൈമാണ്. അതായത് അത്ര ആ ഒരു പീരീഡ് ഗിവൺ പീരീഡിൻ്റെയാണ് ഇൻ ദ മീൻ ടൈം എന്ന് പറയുന്നത്. ദ പെർസെൻറ്റേജ് ഓഫ് റീസൈക്കിൾഡ് വേസ്റ്റ് ഇൻ ദ UK ഗ്രൂ ടു 40% ഇൻ 2007. കണ്ടോ 2007 എന്ത് ചെയ്തു ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ആയി. അത് കഴിഞ്ഞ് തന്നെയാണ് ദെൻ റിമെയിൻഡ് കോൺസ്റ്റൻറ്റ്. കണ്ടോ ഈ ഒരു നിങ്ങൾക്ക് കാണാം യു ക്യാൻ സീ 2017 തൊട്ട് 2009 വരെ ഒരു സെയിം ലൈനാണ് ഇതെന്ത് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നത്. ഓക്കെ 2007 തൊട്ട് 2009 വരെ കണ്ടോ സ്റ്റേബിളായിട്ടാണ് നിൽക്കുന്നത്. സോ യു ക്യാൻ
മെൻഷൻ ദാറ്റ് എന്താണ് 2007 തൊട്ട് അതായത് 40% ആയി ദെൻ റിമെയിൻ സ്റ്റഡി അൺടിൽ 2007 തൊട്ട് 2009 വരെ. അപ്പോൾ എന്താണ് സ്റ്റഡി ആയിട്ട് നിന്നു. അപ്പോൾ നമുക്കത് 40 നിന്നും പിന്നെന്താണ് ഒരു ചേഞ്ച് വന്നിട്ടില്ല. ദെൻ നമുക്ക് പറയാം ഡ്യൂറിങ് 2009 to 11 കണ്ടോ 11 ആയപ്പോഴത്തേക്കും എന്താണ് ഒരു ഇൻക്രീസ് ആണ് വന്നത്. അപ്പം ഡ്യൂറിങ് 2009 to 2011 ഹൈഫനേറ്റഡ് ആകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം 2 നമുക്ക് ഇടാം. 2000 ഡ്യൂറിങ് 2009 to 2011 it എക്സ്പീരിയൻസ് റാപ്പിഡ് സർജ്. കണ്ടോ റാപ്പിഡ് സർജ് എന്ന് പറയുന്നത് എന്താണ് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു റൈസിനാണ് റാപ്പിഡ് സർജ് എന്ന് പറയുന്നത്. ഓക്കെ, സർജ് ടു മോർ ദാൻ 50% ആൻഡ് കണ്ടിന്യൂ വിത്ത് എ ഗ്രാജുവൽ ഇൻക്രീസ്. ഗ്രാജുവലി എന്ത് ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ ഒരു ഇൻക്രീസ്, ഒരു മിനിമൽ ഇൻക്രീസ് നമുക്ക് പറയാം, ഗ്രാജുവൽ ഇൻക്രീസ്. ഓക്കെ, അങ്ങനെയുള്ള വേർഡ്സ് യൂസ് ചെയ്യാം. ആൻഡ് സ്ലൈറ്റ്ലി ഇൻക്രീസ്ഡ് ടു 60% ഇൻ 2015. അപ്പം 50 നിന്നും 60 എന്താണ് മിനിമലി. അപ്പം ഗ്രാജുവലി എന്ത് ചെയ്യുകയാണ് ഇൻക്രീസ് ചെയ്ത് എത്രയിലെത്തി 60% എത്തി. ഏത് ഇയറാണ് ഇൻ 2015, അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ്. എൻഡ് ഓഫ് ദ പീരീഡ് നമ്മൾ മെൻഷൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ എന്ത് മെൻഷൻ ചെയ്യാം നമുക്ക് ഇൻ 2015 എന്ന് തന്നെ നമുക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പം ഇത് ക്ലിയർ ആവല്ലോ. നമുക്ക് 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആദ്യത്തേത് ഏതാണ് ജർമ്മനീനെ കുറിച്ച് പറഞ്ഞു. ജർമ്മനിയുടെ എന്താണ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുമായിരുന്നു ത്രൂ ഔട്ട് ദ പീരീഡ്. അതെന്താണ് അത് കഴിഞ്ഞിട്ട് 2009 എന്താണ് ഫ്രാൻസിനെ പൊട്ടിച്ച് പിന്നെയും എന്ത് ചെയ്യുകയാണ് ഇൻക്രീസ് ചെയ്തു എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് എത്രയിലെത്തി ഒരു 60, ഓൾമോസ്റ്റ് 60 എത്തി. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻക്രീസ് ആണല്ലോ അവിടെ കാണിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഏതാണ് യു കെ എക്സ്പീരിയൻസ് എന്താണ് ഒരു സ്റ്റഡി, ഒരു റിമെയിൻ സ്റ്റഡി ആയ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്തു. സ്റ്റാറ്റിക് ട്രെൻഡും അതിൻ്റെ ഇടയ്ക്കൊരു ബിറ്റ്വീൻ 2 ഇയേഴ്സ്, അതായത് 2007 to 2009 എന്താണ് ഒരു ചെറിയൊരു സ്റ്റഡി അല്ലെ സ്റ്റേബിളായിട്ട് നിന്നു. ഒരു ഫ്ലക്ച്വേഷൻസ് ഇല്ലാതെ വേരിയേഷൻസ് ഇല്ലാതെ സ്റ്റേബിളായിട്ട് നിന്നു. അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ഗ്രാജുവലി ഇൻക്രീസ് ആയി എന്ന് നമുക്ക് എന്ത് ചെയ്യാം മെൻഷൻ ചെയ്യാം. യു ക്യാൻ ലുക്ക് ഇൻ ടു ഇറ്റ്. ഫസ്റ്റ് പാരഗ്രാഫ് ക്ലിയർ ആണെന്ന് വെക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ നോക്കാം. You can see in the slide, in 2015, the recycling rates of the UK and Germany were nearly 35% and 20% respectively. Germany's rate increased sharply throughout the period and exceeding France's rate in 2009 and reaching almost 60% in the end of the period. In the meantime, the percentage of recycled waste in the UK grew to 40% in 2007 and then remained steady until 2009. During 2009 to 2011, it experienced a rapid surge to more than 50% and continued with a gradual increase to 60% in 2015. സോ നിങ്ങൾക്കിത് ക്ലിയർ ആയി നോക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെക്കൻഡ് പാരഗ്രാഫ്. സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ ഏത് മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ ഡിക്രീസിങ് ട്രെൻഡ് മാത്രം. അത് ഒറ്റൊരു സാധനമേ ഉള്ളൂ. നമുക്ക് രണ്ടെണ്ണം കമ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയോ വേണ്ട. സോ യു ക്യാൻ, പക്ഷേ യു ഹാവ് ടു എലാബറേറ്റ് ഇറ്റ് ബിക്കോസ് എന്താണ് സിമിലർ ആയിട്ടുള്ള പാരഗ്രാഫ്സ് ആയിരിക്കണം. കാണുമ്പം എന്താണ് ഒന്ന് ഭയങ്കര വലുതും ഒന്ന് ഭയങ്കര ചെറുതും അങ്ങനെ ആകരുത്. സിമിലർ ആയിട്ട് വേണം നമ്മുടെ സെൻറ്റൻസൊക്കെ ഇരിക്കാൻ. ഓക്കെ, നമുക്ക് ഫ്രാൻസിൻ്റെയാണ്. ഫ്രാൻസാണ് എന്ത് ചെയ്യുന്നത് ഒരു ഡിക്രീസിങ് ട്രെൻഡ് ഫോളോ ചെയ്യുന്നത്. ഇൻ ഏർലി 2005 ദ റീസൈക്ലിംഗ് റേറ്റ് ഓഫ് ഫ്രാൻസ് 50% ആയിരുന്നു. അപ്പം ആദ്യം തുടങ്ങിയത് എവിടെ നിന്നാണ് 50%, ദാറ്റ് ഈസ് 50% എന്ന് നമുക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം, അല്ലെ ബ്രാക്കറ്റിൽ എഴുതാം. ബ്രാക്കറ്റിൽ എഴുതുന്നതിനേക്കാട്ടിലും കൂടുതൽ ദാറ്റ് ഈസ് 50% എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ വേർഡ് കൗണ്ട് കൂടും. was the highest among these 3 countries. അപ്പം എല്ലാ കൺട്രീസിനെക്കാട്ടിലും ഏറ്റവും കൂടുതലായിട്ട് എവിടെയാണ് ഇരുന്നത് ഫ്രാൻസിലാണ്. അത് നമുക്ക് മെൻഷൻ ചെയ്യാം ബിക്കോസ് ഇറ്റ് ഈസ് വെരി സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഹൗവബർ എന്താണ് ബട്ട് എന്നുള്ളൊരു മീനിങ് ആണ്. അതിന് കണക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹൗവബർ ഇറ്റ് ഡ്രമാറ്റിക്കലി. കണ്ടോ ആദ്യം ഹയസ്റ്റ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് ഡ്രമാറ്റിക്കലി എന്താണ് അത് താഴെ ഗ്രാജുവലി എന്ത് ചെയ്യുവാണ് ഡിക്ലൈൻ ആണ്. അപ്പം ഡ്രമാറ്റിക്കലി ഡിക്ലൈൻഡ് ടു 30% in 2030. കണ്ടോ 2030 വരെയും എന്താണ് ഒരു ഡിക്ലൈനിങ് ആണ്. കണ്ടോ അത് കഴിഞ്ഞിട്ട് എന്ത് നമുക്ക് പറയാം
then there was a growth. കണ്ടോ, ആ 13 വരെയും എന്താണ് ഗ്രാജുവലി അല്ലെങ്കിൽ മിനിമലി ഡിക്രീസ് ചെയ്തുകൊണ്ടിരുന്ന് 30യിൽ എത്തുകയാണ്. എവിടെ നിന്ന്? 50%-ൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് എന്താണ് ഒരു ചെറിയൊരു ഗ്രോത്ത് ഉണ്ടാകുകയാണ്. ബട്ട് ഫ്രാൻസ് റീസൈക്ലിംഗ് റേറ്റ് വാസ് ദ ലോവസ്റ്റ് ഇൻ ദ എൻഡ് ഓഫ് ദ പീരീഡ്. എന്തൊക്കെ റൈസ് ഉണ്ടായാലും ഗ്രോത്ത് ഉണ്ടായിട്ടും എന്താണ് ഫ്രാൻസ് ആണ് എല്ലാത്തിനെക്കാട്ടിലും കുറവായിട്ട് നിന്ന്. അപ്പോൾ യു ക്യാൻ mention that point too. But there was a growth of 10%, or 10%, അല്ലെങ്കിൽ there was a slight growth of 10% in 2015, but France recycling rate എന്താണ് was the lowest or was least in the end of the period. എൻഡ് ഓഫ് ദ പീരീഡും അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, ഇൻ 2015 എന്ന് യൂസ് ചെയ്യാം. അപ്പം ഏതൊക്കെ പോയിൻറ്റ്സിലാണ് വന്നത്? ആദ്യം 50യിൽ നിന്നിരുന്നു, അത് കഴിഞ്ഞ് 2013 ആയപ്പോഴത്തേക്കും 30യിലേക്കായി, അത് കഴിഞ്ഞിട്ട് ഒരു 10% ഇൻക്രീസ് വന്നു. ഓക്കെ, അപ്പം ഇനി നമുക്ക് എന്താണ്, അപ്പം പാരഗ്രാഫ് 2 നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വെക്കുന്നു. യു ക്യാൻ ലുക്ക് ഇൻ ടു ദ സ്ലൈഡ്, യു ക്യാൻ ജസ്റ്റ് റീഡ് ഔട്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഓവർവ്യൂ ആണ്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വെക്കുന്നു. ഓവർവ്യൂവിനകത്ത് എന്താണ്, നമ്മൾ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മെൻഷൻ ചെയ്യുകയാണ്. മൂന്നും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ എന്തെഴുതാൻ, ഓവർവ്യൂ എഴുതാൻ. ഓക്കെ, അപ്പോൾ ജനറൽ ഓവർവ്യൂ എന്ന് പറയുന്നത് ദ റീസൈക്ലിംഗ് റേറ്റ്, യു ക്യാൻ ലുക്ക് ഇൻ ടു ഇറ്റ്. യുകെയുടെയും ജർമ്മനിയുടെയും റേറ്റ് എന്ത് ചെയ്യുമായിരുന്നു? ഇൻക്രീസ് ചെയ്യുമായിരുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫ്രാൻസ് ഇറ്റ് ഈസ് ഡിക്രീസിങ്. അതാണ് നമ്മുടെ എന്താ ഫുള്ളായിട്ടുള്ള ഒരു കൺക്ലൂഡ് ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദ റീസൈക്ലിംഗ് റേറ്റ്സ് ഓഫ് ദ UK ആൻഡ് ദ ജർമ്മനി ആൻഡ് ജർമ്മനി ഷോഡ് എ സ്റ്റഡി ബട്ട് സിഗ്നിഫിക്കൻറ്റ് റൈസ് ഓവർ ദ പീരീഡ്. ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എന്താണ്, അവിടെ ഒത്തിരി കുറയുക ഒന്നും ചെയ്യുന്നില്ല. സ്റ്റഡി ആയിട്ട് എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യാണ്. അപ്പം സ്റ്റഡി അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻറ്റ് റൈസ് ആണ് ഓവർ ദ പീരീഡ്. ഓവർ ദ പീരീഡ് എന്ന് പറയുന്നത് ഏതാണ്? 2005 to 2015. വൈൽ ദ പെർസെൻറ്റേജ് അല്ലെങ്കിൽ വൈൽ ദ റേറ്റ് എന്ന് നമുക്ക് പറയാം. റേറ്റ് നമ്മൾ ആദ്യം മെൻഷൻ ചെയ്തുകൊണ്ട് എന്തെഴുതാം? പെർസെൻറ്റേജ് എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്താണ്? പ്രപ്പോർഷൻ എന്ന് പറയാം. ദ പ്രപ്പോർഷൻ ഓഫ് റീജിയണൽ ഹൗസ് ഹോൾഡ് റീസൈക്ലിംഗ് അല്ലെങ്കിൽ റീസൈക്കിൾഡ് വേസ്റ്റ്. ദ പ്രപ്പോർഷൻ ഓഫ് റീസൈക്കിൾഡ് വേസ്റ്റ്. അപ്പോൾ വേസ്റ്റ് എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഹൗസ് ഹോൾഡ് റീസൈക്ലിംഗ് എന്ന് പറയുന്നത് റീസൈക്കിൾഡ് വേസ്റ്റിൻ്റെ എന്താണ് പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ റീസൈക്കിൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു വേസ്റ്റിൻ്റെ പെർസെൻറ്റേജല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പം പെർസെൻറ്റേജ് ഓഫ് റീസൈക്കിൾഡ് വേസ്റ്റ് ഇൻ ഫ്രാൻസ് എക്സ്പീരിയൻസ്ഡ് എ ഡൗൺവേർഡ് ട്രെൻഡ്. എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫോളോഡ് എന്ന് നമുക്ക് പറയാം. ഷോവ്ഡ്, ഇങ്ങനത്തെ വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. സെയിം തന്നെ യൂസ് ചെയ്യേണ്ട. എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫോളോഡ് എ ഡൗൺവേർഡ് ട്രെൻഡ്. സോ ആ ഒരു ട്രെൻഡാണ് ഫോളോ ചെയ്തത്. അപ്പം ഷോഡ് എ സ്റ്റഡി ബട്ട് സിഗ്നിഫിക്കൻറ്റ് റൈസ്. സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ആയിട്ട് എന്ത് ചെയ്യാണ്? റൈസ് ചെയ്യുകയാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതൊക്കെയാണ്? ഷോഡ് എ സിഗ്നിഫിക്കൻറ്റ് റൈസ് അല്ലെ റോസ് സിഗ്നിഫിക്കൻ്റ്ലി, എക്സ്പീരിയൻസ്ഡ് ആൻഡ് അപ്വേർഡ് ട്രെൻഡ്. അപ്പോൾ എക്സ്പീരിയൻസ് ആൻഡ് ഡൗൺവേർഡ് ട്രെൻഡ് നമ്മൾ പറയുന്നത് കൊണ്ട് എന്താണ്, നമ്മളിവിടെ ഷോഡ് എ സിഗ്നിഫിക്കൻറ്റ് റൈസ് എന്ന് പറയാം, അല്ലെങ്കിൽ റോസ് സിഗ്നിഫിക്കൻ്റ്ലി എന്ന് പറയാം. ഓക്കെ, വൈൽ ഇൻ ദ കേസ് ഓഫ് ഡൗൺവേർഡ് ട്രെൻഡിൽ എന്താണ്? ഡിക്ലൈൻഡ് എന്ന് പറയാം. എക്സ്പീരിയൻസ്ഡ് ഡിക്ലൈനിങ് ട്രെൻഡ് അല്ലെ എക്സ്പീരിയൻസ്ഡ് എ ഡിക്രീസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഡൗൺവേർഡ് ട്രെൻഡ്. ഏത് വേണേലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ആദ്യം ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. യു ഹാവ് ടു യൂസ് you have to rephrase the question. അപ്പോൾ ബിലോ ഷോസിന് പകരം ബിലോ നമ്മൾ പറയത്തില്ല, ഇലിസ്ട്രേറ്റ്സ് അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ്, ഡെപ്പിക്ട്സ് എന്നൊക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് പിക്ചറിനകത്തുള്ള ഡീറ്റെയിൽസും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിനകത്ത് മെൻഷൻ ചെയ്യാം. റീജിയണൽ എന്ന് തന്നതുകൊണ്ട് ഇലിസ്ട്രേറ്റ്സ് ദ റീജിയണൽ എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ കൺട്രി സ്പെസിഫൈ ചെയ്ത് തരുന്നത് കൊണ്ട് UK, ഫ്രാൻസ് ആൻഡ് ജർമ്മനി എന്ന് നമുക്ക് എന്ത് ചെയ്യാം? സ്പെസിഫൈ ചെയ്ത് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിനകത്ത് പറയാം. ആൻഡ് ദെൻ ഓവർവ്യൂ നമ്മൾ പറഞ്ഞു. ഓവർവ്യൂ ആയിട്ടുള്ള എന്താണ്? ട്രെൻഡ്സ് നമുക്ക് എന്ത് ചെയ്യാം? മെൻഷൻ ചെയ്യാം. ഓവർവ്യൂ കണ്ടെയ്ൻസ് കീ ഇൻഫർമേഷൻ ഫ്രം ദ ഗ്രാഫ്. ദർ ഷുഡ് ബി നോ നമ്പേഴ്സ്, ഡേറ്റ്സ് ഓർ നോ പെർസെൻറ്റേജ്. അപ്പം നമ്മൾ ക്വാണ്ടിറ്റി എന്ത് ചെയ്യത്തില്ല? മെൻഷൻ ചെയ്യത്തില്ല. ഇയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ബട്ട് യു ഷുഡ് നോട്ട് യൂസ് നമ്പേഴ്സ് ഓർ ഡേറ്റ്സ് ഓർ പെർസെൻറ്റേജ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോഡി എങ്ങനെയാണ് തിരിച്ചിരുന്നത്? കൺട്രി വെച്ചിട്ട് നമുക്ക് തിരിക്കാം, അല്ലെങ്കിൽ സിമിലർ ട്രെൻഡ്. അപ്പോൾ നമുക്ക് ട്രെൻഡ് വെച്ച് തിരിക്കുന്നതായിരിക്കും ഇച്ചിലൂടെ നമുക്കിവിടെ ഒന്ന് ഈസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രെൻഡ് വെച്ചിട്ട് ഏതാണ്? ഇൻക്രീസിങ് ട്രെൻഡ് ഫസ്റ്റിൽ മെൻഷൻ ചെയ്തു, സെക്കൻഡിലാണ് ഡിക്രീസിങ് ട്രെൻഡ് മെൻഷൻ ചെയ്ത്. ജർമ്മനി ആൻഡ് ദ UK ഫോളോഡ് ദ ഇൻക്രീസിങ് ട്രെൻഡ് വൈൽ ഫ്രാൻസ് എന്താണ്? ഡിക്രീസിങ് ട്രെൻഡ്. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സെൻറ്റൻസസ് സ്ട്രക്ചർ ചെയ്യണം. സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു.
ദാറ്റ്സ് ഇറ്റ്. നിങ്ങളൊരു ഇങ്ങനൊരു ഫോളോ ചെയ്യുവാണെങ്കിൽ, ഇങ്ങനൊരു പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ യു വിൽ സ്കോർ good marks in task 1 and you can complete within 20 minutes. Okay, thank you.